ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ 10 ദിവസത്തിൻ്റെ ഒരു ലീവിന് വേണ്ടി നമ്മൾ ഋഷികേശിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബീറ്റൽസ് ആശ്രമം അല്ലെങ്കിൽ ചൗരസി കുടിയ എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഈ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അമ്പലമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തിപ്പെട്ടപ്പോഴാണ് സംഭവം വേറെ ലെവലാണെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ പോകുന്നത് നീൽഗണ്ട് റോഡിൽ കൂടെയാണ് പോകുന്നത്. രണ്ട് ഭാഗത്തും നല്ല രാജാജി ഫോറസ്റ്റാണ്, ഫുൾ കാടാണ്. മാനും ആനയും പുലിയും കടുവയും നിങ്ങൾക്ക് എന്താ വേണ്ട ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ആ കാട്ടിക്കൂടെയുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് നല്ല രസമാണ്. രാത്രിയൊക്കെ ആകുമ്പോഴാണ് ആനകളൊക്കെ ഇറങ്ങാനും ഒക്കെ വരുന്നത്. ആനയെ കാണണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും നടന്നൊന്നുമില്ല. പിന്നെ നല്ല ചൂടാണ്. നീൽഗണ്ട് റോഡിൽ കൂടെ നമ്മൾ ഓരോ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഏരിയ കൂടെ ഒക്കെ കടന്ന് നമ്മൾ ബീറ്റൽസ് ആശ്രമം അല്ലെങ്കിൽ ചൗരസി കുടിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഒരു പെർ ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് 200 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ 18 വയസ്സിനുള്ളിലാണെങ്കിൽ 50 റുപ്പീസോ അതിന് എബോ ആണെങ്കിൽ റേറ്റ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫോറിനേഴ്സ് ആണെങ്കിൽ 1200 രൂപയാണ് വരുന്നത്. ബീറ്റൽസ് ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ചുറ്റും കാടായതുകൊണ്ട് തന്നെ നല്ലൊരു കുളിരും തണുപ്പാണ്. പുറമേ നല്ല ചൂടാണെങ്കിലും അവിടേക്ക് വരുമ്പോൾ നടക്കാൻ കുറച്ചുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. പക്ഷെ ചുറ്റും കാടാണ്. പക്ഷെ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു റിനോവേഷനോ ഒന്നും ചെയ്യാത്ത കാരണം കുറേയൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഈ ആശ്രമത്തെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുന്നതിനേക്കാളും മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, മഹർഷി മഹേഷ് യോഗി. ആൾ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1918 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്താണ്. അദ്ദേഹം മെയിനായിട്ട് ട്രാൻസെൻഡൽ മെഡിറ്റേഷനാണ് കൂടുതൽ മൈൻഡ്, ബിഹേവിയർ, അതുപോലെ സൊസൈറ്റി അതിനെയൊക്കെ കുറിച്ച് കൂടുതലൊക്കെ എക്സ്പീരിമെൻസും സ്റ്റഡിയൊക്കെ നടന്ന മെഡിറ്റേഷനെ കുറിച്ചൊരു ഗ്രേറ്റ് നോളേജ് ഉണ്ട്. അതുപോലെ ഹൺഡ്രഡ്സ് ഓഫ് സ്കൂൾസും യൂണിവേഴ്സിറ്റീസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1960കളിൽ ഋഷികേശിൽ ഗംഗേര ഒരു തീരത്തായിട്ട് ഫോറസ്റ്റ് ഏരിയയിൽ ഒരു 7.5 ഹെക്ടേഴ്സിൽ നമ്മുടെ ചൗരസി കുടിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ വെസ്റ്റിൽ ഏറ്റവും നല്ലൊരു ബാൻഡാണ് ബീറ്റൽസ് എന്ന് പറയുന്നത്. അവരുടെ അറൈവലും കൂടി ആയപ്പോഴാണ് ചൗരസി കുടിയ ബീറ്റൽസ് ആശ്രമമായിട്ട് മാറുന്നത്. ബീറ്റൽസ് ഇവിടെ വലിയൊരു ഹൈക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് നമ്മൾ അറിയുന്നത് ബീറ്റൽസ് ആശ്രമം എന്ന പേരിലാണ്. അവരുടെ ബാൻഡ് എന്ന് പറയുന്നത് അത്രയും പോപ്പുലർ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ ബീറ്റൽസ് ആശ്രമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓരോ കേവ്സ് പോലെ കാണുന്നത് നമ്മൾ മെഡിറ്റേഷൻ കേവ്സ് ആണ്. ഓരോ ബ്രഹ്മചാരി അല്ലെങ്കിൽ സന്യാസിമാർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അവനാനുള്ള കേവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഓരോ ഈ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഈ ഗംഗയിൽ നിന്ന് എടുത്തിട്ടുള്ള ഓരോ ഉരുണ്ട കല്ലുകൾ വെച്ചിട്ടാണ് ആ കേവ്സ് തന്നെ അവർ ബിൽഡ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ 1 സ്റ്റാർട്ട് ചെയ്തിട്ട് അറ്റത്തേക്ക് എത്തുമ്പോൾ ഐ തിങ്ക് ഒരു 1.6+ കേവ്സ് തന്നെയുണ്ട്. ഓരോരുത്തർക്കും ഓരോ കേവ്സാണ്. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു തണുപ്പാണ്. എന്താ പറയുക, ഒരു ശരിക്കും തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ടോയ്ലറ്റ്, ഒരു ലിവിങ് ഏരിയ, പിന്നെ മേലേക്ക് കയറിയിട്ട് മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്, അങ്ങനെയാണ് ഓരോരുത്തരും പണിതിരിക്കുന്നത് ഓരോ കേവ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് ഓഫീസാണ്. നമ്മുടെ മഹർഷിജിക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പോസ്റ്റൽ കാർഡ്സൊക്കെ വരുന്നതൊക്കെ ഇവിടെയാണ്. ഇതാണ് പോസ്റ്റ് ഓഫീസ്. പക്ഷേ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. റിനോവേഷനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അത് കാരണം എന്തൊക്കെ ജീവികളാണ് അല്ലെങ്കിൽ കിടക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അണ്ടർഗ്രൗണ്ട് ആയാലും അവർക്ക് വരുന്നുണ്ട്. ഓരോ ബിൽഡിങ്സിലും അണ്ടർഗ്രൗണ്ട് അവർക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടേക്കൊക്കെ കിടക്കുമ്പോൾ നല്ല കൂളിംഗ് എഫക്റ്റാണ്. പക്ഷേ റിനോവേഷൻ നല്ല രീതിയിൽ നടന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ഇത് കൊണ്ടുപോകാമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം നല്ലൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ നന്നായിട്ട് ഒരു ടൂറിസം പ്ലേസാണ് ഋഷികേശ് എന്ന് പറയുന്നത്. ബീറ്റൽസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ആൾക്കാർ കൂടി വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണ്. നെക്സ്റ്റ് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഈ ഫോട്ടോ ഗാലറി ഹാൾ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ മഹർഷിജിയുടെ ഫോട്ടോസ്, ബീറ്റൽസ് ആയിട്ടുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ അവിടെ കോഴ്സുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടുള്ള ഫോട്ടോസ്, പിന്നെ അതുപോലെ തന്നെ ബീറ്റൽസ് അവിടെ നറേറ്റ് ചെയ്ത കുറേ സോങ്സ് അതൊക്കെ അവർ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മഹർഷിജീനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി ഡിസ്ക്രിപ്ഷൻ പോലെ അവർ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷനിലോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു മാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അവർ ക്യാപ്ചർ ചെയ്ത മൃഗങ്ങളുടെ ഫോട്ടോസും ആ ഒരു ഫോട്ടോ ഗാലറിയിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ബിൽഡിങ്സ് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ കാണുന്നത് എന്ന് പറയുന്നത് കിച്ചണാണ്. കിച്ചണിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടോ, മരം വീണിട്ട് ആകെ
എന്താ പറയുക, റിനോവേഷനൊക്കെ കുറച്ചും കൂടി അവർ പ്രൊട്ടക്റ്റൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി മേ ബി നല്ലൊരു സ്പോട്ടായിരുന്നേനെ. കാരണം നമുക്കറിയാം, ഈ കിച്ചൺ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ആൾക്കാരവിടെ താമസിച്ചിരുന്നു, എത്ര ആൾ പഠിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റില്ല. കാരണം ബിൽഡിങ്സ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് വീഴാം, അല്ലെങ്കിൽ എന്തൊക്കെ മൃഗങ്ങളാണ് കയറി വരാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ധൈര്യത്തിൻ്റെ ഒരു പുറത്താണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എന്ന് പറയുന്നത്. പിള്ളേരൊക്കെ ആകെ ടയേർഡായിട്ടോ. അപ്പോൾ അവർ ഡേറ്റ്സും അതുപോലെ തന്നെ വാൾനട്ടും കഴിച്ചുകൊണ്ടിരിക്കുക. വാൾനട്ട്സ് ഒന്നും അവർ കഴിക്കാത്തതാണ്, പക്ഷേ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് അത് കഴിച്ച് പോവുകയാണ്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ പ്രിൻറ്റിങ് പ്രസ് കാണാം. ട്രാൻസെൻഡർ മെഡിറ്റേഷൻ്റെ ലിറ്ററേച്ചറൊക്കെ പ്രിൻറ്റ് ചെയ്തത് ഇവിടെയാണ്. അതുപോലെ കുറച്ച് ഫേമസ് ബുക്സിൻ്റെ ഒക്കെ ഫസ്റ്റ് എഡിഷനൊക്കെ പ്രിൻറ്റ് ചെയ്തത് ഈ ഒരു പ്രസ്സിലാണ്. കണ്ടോ, ബിൽഡിങ്ങിൻ്റെ കോലം അതുപോലെ തന്നെയാണ്. നമുക്ക് സേഫായിട്ട് ഒരു ബിൽഡിങ്ങിലും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാം എന്ന അവസ്ഥയിലാണ് ഓരോ ബിൽഡിങ്സും നിൽക്കുന്നത്. അതിന് ചുറ്റും കാടാണ്. നെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് വേദ് ഭവനിലേക്കാണ്. അതൊരു 1976 അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുന്നത്. അത് മെയിനായിട്ട് അവിടെ കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു, ഈ മെഡിറ്റേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ. അപ്പോൾ അതിന് വേണ്ടി അവരെ പഠിപ്പിക്കാനുള്ള ഒരു ക്ലാസ് മുറി പോലെ, ഒരു ലെക്ചർ ഹാള് പോലെയാണ് ഈ ഒരു ഹാൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ട്, ബീറ്റൽസിൻ്റെ ഡ്രോയിങ്സൊക്കെ ഉണ്ട്. അത് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് ഇങ്ങോട്ട് തിരിയുമ്പോൾ അടിപൊളി ഫോട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ വാവ്, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയില്ലേ, നല്ല രീതിയിൽ പിക്ചറൊക്കെ വരച്ച് പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ. അത്രയും വലിയ ഹാളാണ്. കോഴ്സുകളൊക്കെ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഹാളാണ്. നെക്സ്റ്റ് ആ ഹാളിൻ്റെ ആ സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ആനന്ദ് ഭവൻ അല്ലെങ്കിൽ സിദ്ധി ഭവനാണ്. ദാറ്റ് മീൻസ് 1976 അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായിരിക്കുന്നത്. അവിടെ കോഴ്സുകളൊക്കെ പഠിക്കാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ചൗരസിക്കുടിയ. ദാറ്റ് മീൻസ് 84 മെഡിറ്റേഷൻ ചാമ്പേഴ്സ് ഉള്ള ഒരു അടിപൊളി സ്ഥലം. കണ്ടാൽ ചെറിയൊരു പേടിയുണ്ടെങ്കിലും പക്ഷേ അവരെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമാണ്. ഗംഗയുടെ കല്ലുകളൊക്കെ വെച്ച് അവർ ഓരോ അറകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നാം. ആ ഒരു ഹിസ്റ്ററിയിൽ പിന്നിൽ കിടക്കണ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം. പിന്നെ ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ലോക്കൽ റിവർ റോക്ക് വെച്ചിട്ടാണ്. അതുപോലെ ഓരോ ചേമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്ലാസിക് യോഗ ആസനേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഔട്ട്സൈഡുള്ള എൻവറോൺമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കൂളിംഗ് ഇഫക്റ്റാണ്. ഇതെന്ന് പറയുന്നത് ഓരോ ചേമ്പേഴ്സാണ്, മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഓരോ ചേമ്പേഴ്സാണ്. പക്ഷെ നമുക്ക് ധൈര്യത്തിൽ കയറി ചെല്ലാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് ഇൻസെക്യൂറാണ്. കാരണം അവർ തന്നെ ഇത് വെച്ചിട്ടുണ്ട്, ഇൻസെക്യൂറാണ്, എപ്പോൾ വേണമെങ്കിലും വാൾസ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ധൈര്യത്തിൽ നമുക്ക് കടക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ചുറ്റും കാടാണ്. ഇങ്ങനെയൊക്കെ ഏതൊക്കെ ജീവികളാണ് വന്നിരിക്കാമെന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ അത് കാരണം മുന്നോട്ട് പോകാൻ ചെറിയൊരു പേടിയില്ല. ഞങ്ങൾ ഫുള്ള് കടന്നൊന്നുമില്ല. കാരണം പേടി കാരണം ഞങ്ങളോട് പകുതി 2-3 അറ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്കും പേടി. കാരണം ഈ ക്യാമറയിൽ കാണുന്ന ഇത്ര ക്ലാരിറ്റി പോലും വെച്ചാൽ ഇത്ര വെളിച്ചം പോലും ഇല്ല. ഭയങ്കര ഇരുട്ടാണ്. അവിടെ അറ്റത്തേക്കൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഇരുട്ടാണ്. ഇതേ സെയിം കൺസ്ട്രക്ഷൻ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അവർ ചെയ്തിട്ടുണ്ട്, ഓരോ അറകൾ പോലെ. അത് ഈ കാണുന്ന ഈ ഒരു ഡോറിൽ കൂടെ കടന്നാലും ഈ ഒരു ചേമ്പേഴ്സ്, ഈ അറകൾ പോലെ നമുക്ക് മെഡിറ്റേഷൻ കേവ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും.
പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു വ്യൂ ആണ്. ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗയുടെ ഭംഗി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ റിവറിൻ്റെ ആ ഒരു കളറും ആ ഓളങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഗംഗയുടെ ഓളങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡാണ് നമുക്ക് കിട്ടുക. വെറുതെ അല്ലേ അവർ ഈ സ്ഥലം ചൂസ് ചെയ്തിട്ടുണ്ടാവുക. കാമായിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓളങ്ങളും ജസ്റ്റ് നമുക്ക് ഈ ഫോറസ്റ്റിലെ കിളികളുടെ ശബ്ദങ്ങൾ അങ്ങനെ ഒരു ശരിക്കും നമ്മുടെ മൈൻഡൊക്കെ കാം ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. പിന്നെ വീണ്ടും ഇതുപോലെ അറകളുണ്ട്. പിന്നെ ഈ ഇത് പറഞ്ഞ പോലെ കുരങ്ങന്മാരൊക്കെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെയാണ് ഈ സൈഡിൽ കൂടെ നമ്മൾ ഈ നമ്മളിപ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ആനന്ദ് ഭവൻ അല്ലെങ്കിൽ സിദ്ധി ഭവൻ. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ വന്ന് കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലം. അവർക്ക് സെപ്പറേറ്റ് ഓരോ റൂമുണ്ട്. അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് ഇൻസെക്യൂർ ആണ്, കടക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതി വെക്കുന്നത്. ഇതാണ് അവരുടെ ആ ഒരു റെസിഡൻഷ്യൽ പ്ലേസ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ മുറി എന്ന രീതിയിൽ ഒരു വലിയൊരു ഏരിയ, ടോയ്ലറ്റ്, പിന്നെ ബാൽക്കണി, അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ റിനോവേഷനൊന്നും ചെയ്യാണ്ടും എന്താ പറയുക, അത്ര നീറ്റ് ആൻഡ് ടൈഡി അല്ല. നമ്മൾ ഇൻസെക്യൂർ ആണ് അവിടെ പോകുമ്പോൾ. പക്ഷേ ഹിസ്റ്ററി ബിഹൈൻഡ് ദ തിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര അടിപൊളിയാണ്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മഹർഷി മഹേഷ് യോഗിയുടെ താമസിച്ചിരുന്ന ഒരു പ്ലേസാണ്, റെസിഡൻസാണിത്. ആളിത് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗംഗയുടെ ഓളങ്ങൾ എപ്പോഴും ത്രൂ ഔട്ട് ദ ഡേ കേൾക്കാം എന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലേസ് അങ്ങോട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് തന്നെ. പിന്നെ ആളുടെ ഒരു മാസ്റ്റർ ഉണ്ട്, ശ്രീ ബ്രഹ്മാനന്ദ. ആളുടെ ഹെൽപ്പ് കൊണ്ട്, ആളുടെ ബ്ലെസ്സിങ്സ് കൊണ്ട് മെഡിറ്റേഷനും അതുപോലെ തന്നെ യോഗയും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് ട്രാൻസെൻഡൻറ്റ് മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും വേൾഡ് വൈഡ് അത് പോപ്പുലർ ആക്കാനും ഒക്കെ സഹായിച്ചു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ കണ്ടില്ലേ, ഇപ്പോഴായാലും ഈ ഒരു സ്ഥലത്തേക്ക് കടക്കുമ്പോഴും നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. പക്ഷേ ഇൻസെക്യൂറാണ്, ബിൽഡിങ്സ് എപ്പോൾ വേണമെങ്കിലും നശിക്കാം. ഇതിൻ്റെ അടിയിലും അണ്ടർഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് അവിടെ നടന്നിരുന്നതെന്നുള്ളത് അറിയാനൊക്കെ ഒരു ആകാംക്ഷയാണ്. ഇത്രയും വലിയ വീട് ആൾ ഒറ്റയ്ക്കാണോ താമസിച്ചിരുന്നത്, അത് വേറെ ആൾക്കാർ ഉണ്ടായിരുന്നോ? കാരണം ആൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇത്രയധികം സ്ഥലത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക, അതൊക്കെ അറിയാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. ഞാനില്ല. നെക്സ്റ്റ് ഈ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇരുട്ടാണ്, പേടിയാവും, സത്യം പറഞ്ഞാൽ പേടിയാവും. പിന്നെ ടോർച്ച് ലൈറ്റൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ കടന്നു. ഭയങ്കര കൂളിംഗ് ആട്ടോ, അടിയിൽ ഭയങ്കര കൂളിംഗാണ്. അങ്ങനെ ഈ ഇരുട്ടോട് കൂടി നമ്മൾ അങ്ങനെ ജസ്റ്റ് മേലത്തെ നിലയിലത്തെ ഹാളിലേക്കാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. പിള്ളേർക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇരുട്ടിനെ ഭയക്കാൻ പാടില്ലല്ലോ. അത് കാരണം പിള്ളേരെയും പിടിച്ച് ആൻവിൻ മുന്നോട്ട് അങ്ങോട്ട് നീങ്ങി അങ്ങനെ കോണിപ്പടി എത്തി. പിന്നെ നേരെ ആ ഹാളിലോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത്. നമ്മൾ മഹർഷിയുടെ റെസിഡൻസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മെഡിറ്റേഷൻ കേവ്സ് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 106 മെഡിറ്റേഷൻ കേവിൻ്റെ അവിടെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബീറ്റൽസ് ആശ്രമം എന്ന് പറയുന്നത് രാജാജി ഫോറസ്റ്റ് റിസർവിൻ്റെ അണ്ടറിലാണ്. പിന്നെ അവിടെ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഭയങ്കര ചൂടാണ്, വേർത്തൊലിക്കില്ല, പക്ഷേ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി തുടങ്ങും. അപ്പോൾ നമ്മൾ നാരിയൽക്ക പാനിയൊക്കെ കുടിച്ചു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ, ടാറ്റാ.